ഹല്ലേലൂയ. വേഗമരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റേകമുണ്ടയ്ക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ പ്രേക്ഷകരെയും വേഗമരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഹാർദവമായ സ്നേഹവന്ദനത്തെയും നന്ദി അറിയിക്കുന്നു. ഇന്ന് വാതിലുകളെ അടയ്ക്കുന്ന ദൈവത്തെ പറ്റിയാണ് നമുക്ക് സംസാരിക്കുവാൻ ഉള്ളത്. നമ്മൾ വാതിലുകളെ തുറക്കുന്ന ദൈവത്തെ നമുക്കറിയാം. എന്നാൽ വാതിലുകളെ അടയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ വാതിലടച്ചാൽ അത് ആർക്കും തുറക്കുവാൻ സാധ്യമല്ല. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം 7-8 വാക്യങ്ങൾ. ഫിലദൽഫിയയുടെ സഭയുടെ ദൂതന് എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനും ആയി ആരും അടയ്ക്കാത്തവണ്ണം തുറക്കുകയും ആരും തുറക്കാത്തവണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുൾ ചെയ്യുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. അത് ആർക്കും അടച്ചുകൂടാ. നിനക്കോ അല്പമേ ശക്തിയുള്ളൂ. എങ്കിലും നീ എൻ്റെ വചനം കാത്ത് എൻ്റെ നാമം നിഷേധിച്ചതുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മൾ പലപ്പോഴും വാതിൽ അടച്ച ഒരു ദൈവത്തെ നമുക്കറിയാം. വാതിൽ നമുക്ക് വേണ്ടി തുറന്ന ഒരു ദൈവത്തെ അറിയാം. ദൈവം വാതിലുകളെ അടയ്ക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നിത്യത ഒരുക്കുവാൻ വേണ്ടിയാണ്. പലരുടെയും ജീവിതത്തിൽ കഷ്ടതകൾ, ഭാരങ്ങൾ കയറി വരുമ്പോൾ ഭാരപ്പെടുന്ന അനുഭവമുണ്ട്. എന്നാൽ ദൈവം വാതിലടച്ചാൽ നിന്നെ ഒരു മേന്മയുള്ള വസ്തുവാക്കി മാറ്റുവാനാണ്. നിന്നെ തകർത്ത് കളയുവാനല്ല, നിന്നെ മുടിച്ച് കളയുവാനല്ല. അവൻ നിന്നെ ഒരു മേന്മയുള്ള വസ്തുവാക്കി മാറ്റുവാൻ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, കർത്താവേ, വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറച്ച് ജനത്തോട് സംസാരിക്കണം. ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ മാറട്ടെ. അൽഖനോ റവഷിയ ഹസ്തുന ഹംദര ദിഗസി മദരകലഗഡസിയ ആരാ ദൈവ വചനത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന എല്ലാ പാതാള ശക്തികളെ ശാസിക്കുന്നു. അന്ധകാര ശക്തികൾ വിട്ടുമാറട്ടെ. വചനത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന ഇരുട്ടിൻ്റെ വ്യാപാര കോട്ടകളെ നസ്രീനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ശാസിക്കുന്നു. അൽഖോ റബാന ഹസ്തിയ റംദനെ ഹസ്തിയ റുബാനി ഹസ്തിയ. കർത്താവെ, അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. സംസാരത്തിലോ പ്രവൃത്തിയിലോ നോട്ടത്തിലോ ചിന്തയിലോ വിചാരത്തിലോ വന്നുപോയി എല്ലാ കുറവ് തെറ്റുകളെയും സമർപ്പിക്കുന്നു. അശുദ്ധികളെല്ലാം മാറ്റി വിശുദ്ധീകരിക്കണം. വചനം കേൾക്കുന്ന ഓരോ ജനത്തെയും അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അത് 30, 60, 100 മേനി ഫലം കായ്ക്കുവാനിടവരണം. വചനത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന എല്ലാ പാതാള ശക്തികൾ യേശുവിൻ നാമത്തിൽ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. ഇൻ ദ കമാൻഡിങ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹെബോന ലാറ്റോറിയ സിയാരിയ അന്ത ഷെക്കലറിയ നഹസ്തിയ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ മാറിപ്പോകട്ടെ. വചനമായി നിൽക്കുമ്പോൾ കർത്താവെ, അടിയനെ പിന്നിൽ മറിച്ചുകൊണ്ട് ജനത്തോട് സംസാരിക്കണം. അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, വാതിലിനെ അടയ്ക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മൾ അനേകരെ കേട്ടു വാതിൽ തുറക്കുന്ന ഒരു കർത്താവിനെ. എന്നാൽ ഇന്ന് നിങ്ങളോട് എനിക്ക് പ്രസംഗിക്കുവാൻ, ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത് വാതിലുകളെ അടയ്ക്കുന്ന ഒരു കർത്താവിനെയാണ്. എന്നെ കേൾക്കുന്ന അൻപ് സഹോദരന്മാരെ, എൻ്റെ പ്രിയ മാതാപിതാക്കളെ, ദൈവം യേശു കർത്താവ് വാതിലടച്ചതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും ഇവിടെ നിൽക്കുന്നത്. കൊറോണ എന്ന മാരക രോഗം ആഞ്ഞടിച്ചപ്പോൾ നമ്മളെയും മരണം തേടി വന്നതാണ്. എന്നാൽ ആ സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് വേണ്ടി വാതിലുകളെ അടച്ച് അവൻ പരിപാലിച്ചു. എൻ്റെ ജീവിതത്തിൽ നോക്കിയാലും എനിക്ക് അറിയുവാൻ സാധിക്കും. എൻ്റെ ഭാര്യയ്ക്ക് കൊറോണ, അമ്മായിയപ്പന് കൊറോണ, അളിയന്മാർക്ക് കൊറോണ, എല്ലാവരും കൊറോണയായി മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് കിടക്കുമ്പോൾ ഞാനവിടെ കടന്നു പോകുവാനിട വന്നു. എന്നാൽ കൊറോണയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് രാവിലെ പോരുവാനും ഒരു ക്വാറൻറ്റീനിലും ഇരിക്കാതെ, ഒരു കൊറോണ എന്നെ ബാധിക്കാതെ സ്വർഗത്തിലെ അപ്പച്ചൻ അത്ഭുതകരമായി എന്നെ പരിപാലിച്ചു. 2021 രണ്ടാമത്തെ കൊറോണ ഘട്ടത്തിലും എൻ്റെ മകൾക്ക് കൊറോണയായി.
കോളേജിൽ നിന്ന് വിളിക്കുന്നു, മകൾക്ക് കൊറോണയാണ്, കൂട്ടിക്കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ കയ്യിൽ ആംബുലൻസ് പിടിക്കുവാനോ ടാക്സി പിടിക്കുവാനോ പൈസയില്ലായിരുന്നു. വളരെ ഭാരപ്പെട്ടു, മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. കർത്താവേ, നീ എന്നെ 49 മരണങ്ങളിൽ നിന്ന് വിളിച്ച കർത്താവേ, ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു കർത്താവേ. ഇന്ന് ഞാൻ വിശ്വാസത്തോടെ എൻ്റെ ബൈക്കിൽ ഞാൻ ഇന്ന് തിരുവനന്തപുരം ചെറിയൻകീഴിലെ കോളേജിൽ പോയി മകളെ പിന്നിരുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ഭവനത്തിൽ കൊണ്ടുവരും. ഒരു ബാധയും എന്നെ അടുക്കത്തില്ല. എൻ്റെ ദൈവത്തിൻ്റെ വലിയ പ്രൊട്ടക്ഷൻ എനിക്കുണ്ടെന്നുള്ള ആ ഒരു വിശ്വാസത്തോടെ ഞാൻ തിരുവനന്തപുരം ചെറിയൻകീഴിൽ ചെറിയൻകീഴിൽ മകൾ പഠിക്കുന്ന കോളേജിൽ പോകുവാനിട വന്നു. അവിടെ പോയപ്പോൾ എല്ലാവരും അതിശയിച്ച് മാറി നിൽക്കുകയാണ്. മകൾക്ക് കൊറോണയാണ്. ഞാൻ മകളെ പിന്നിലിരുത്തിക്കൊണ്ട് 1.5 മണിക്കൂർ വണ്ടി ഓടിച്ച് എൻ്റെ ഭവനത്തിൽ കൊണ്ടുവരുവാനും, എൻ്റെ ഭവനത്തിൽ മകൾ 3-4 ദിവസം വരുന്നു. ആ കൊറോണ എന്നെ ബാധിക്കാതെ, എന്നെ തൊടുവാതെ സ്വർഗം പരിപാലിച്ചു. മകളെ 4 ദിവസം കഴിഞ്ഞപ്പോൾ മകളുടെയും കൊറോണ കർത്താവ് സൗഖ്യപ്പെടുത്തി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മളെ വാതിലടച്ച് പരിപാലിക്കുന്ന ഒരു കർത്താവുണ്ട്. നിൻ്റെ വാതിലടയ്ക്കുന്ന എന്തിനാണെന്നറിയാവോ? നിന്നെ ഒരു മേന്മയുള്ള വസ്തുവാക്കി മാറ്റുക. മരണം നിന്നെ വിളിച്ചപ്പോൾ, ശത്രു നിന്നെ തകർത്ത് കളയുവാൻ പദ്ധതിയിട്ടപ്പോൾ സ്വർഗം നമുക്ക് വേണ്ടി വാതിലുകളെ അടച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തി ജീവിതമേ, നിൻ്റെ ജീവിതത്തിൽ ചില തകർച്ചകൾ, ചില പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ വാതിലടഞ്ഞ അനുഭവമുണ്ടെങ്കിൽ നീ ഭാരപ്പെടേണ്ട. നിശ്ചയമായി അവൻ മറു സൈഡിൽ വാതിലുകളെ തുറക്കുന്ന ദൈവമാണ്. അവൻ വാതിലുകളെ തുറന്നാൽ അത് ആർക്കും അടയ്ക്കുവാൻ സാധ്യമല്ല. അവനൊരു വാതിൽ തുറന്നാൽ അത് ആർക്കും തുറക്കുവാൻ സാധ്യമല്ല. അരുൾ ചെയ്ത കർത്താവ് അടഞ്ഞ ചില അവസ്ഥകൾ ദൈവം അത് നിനക്ക് നന്മയ്ക്കായി ഒരുക്കുന്നു എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. അടഞ്ഞ അവസ്ഥയിൽ കരയുന്ന വ്യക്തിമണ്ഡലമേ, നിനക്ക് അത് കർത്താവ്, നീ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ, അവൻ നിനക്കത് നന്മയ്ക്കായി മാറ്റും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അതെ, ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവിൻ്റെ ദാസന്മാരെ തകർത്തുകൊണ്ട് ഒരുവൻ കുതിരപ്പുറത്ത് മുകളിൽ യാത്ര ചെയ്യുകയാണ്. പുള്ളിക്കാരൻ്റെ ചിന്ത ആരും അറിയുന്നില്ല എന്നാണ്. അപ്പോസ്തലനായ പൗലോസ് കർത്താവിൻ്റെ ഭൃത്യന്മാരെ, കർത്താവിൻ്റെ ദാസന്മാരെ തകർത്ത് കളഞ്ഞുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു ശൗലിനെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 9-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ശൗൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതൻ്റെ അടുക്കൽ നിന്നും ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവന് അധികാരപത്രം വാങ്ങി. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്നും ഒരു വെളിച്ചം അവൻ്റെ മേൽ ചുറ്റി. മിന്നൽ അവൻ്റെ നിലത്ത് വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, കർത്താവിൻ്റെ ദാസന്മാരെ, കർത്താവിൻ്റെ വേല ചെയ്യുന്ന അഭിഷക്തന്മാരെ, ആരെങ്കിലും ഉപദ്രവിച്ച അനുഭവമുണ്ടോ? ഇന്ന് മാനസാന്തരപ്പെടുവാൻ, അങ്ങനെ നിൻ്റെ ജീവിതത്തിൽ വാതിലടഞ്ഞ അവസ്ഥകളുണ്ടോ? ഈ കേൾക്കുമ്പോൾ ഒന്ന് മാനസാന്തരപ്പെടുവാൻ നീ ഇന്ന് തയ്യാറെടുക്കുന്നുവെങ്കിൽ നിശ്ചയമായി നിനക്ക് പുതുവാതിലുകളെ തുറക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. അൻഖലോ റബ ഷിഖോല റിയാസിയ, അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. അവൻ അത്ഭുത മന്ത്രിയാം ദൈവമാണ്. അവൻ വീരനാം ദൈവമാണ്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. എൻ്റെ പ്രിയ സഹോദര, കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ, കർത്താവിൻ്റെ സുവിശേഷ പ്രവർത്തകരെ നീ ഉപദ്രവിച്ച വ്യക്തിയാണോ? നീ മാനസാന്തരപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു.
ശൗൽ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചന്. നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക. നീ ചെയ്യേണ്ടതെന്തെന്ന് അവിടെ വെച്ച് നിന്നോട് പറയുമെന്ന് അവൻ പറഞ്ഞു. അവനോടുകൂടി പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടു, എങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. ശൗൽ നിലത്തു നിന്നും എഴുന്നേറ്റു കണ്ണു തുറന്നാരെ ഒന്നും കണ്ടില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ ഇന്നത്തെ പോലെ പറഞ്ഞാൽ ഒരു ഗുണ്ടായിസത്തെ പോലെ, ഒരു ഗ്യാങ്ങിനെ പോലെ കുതിരയിൽ യാത്ര ചെയ്ത് ദൈവത്തിൻ്റെ അഭിഷക്തന്മാരെ, ദൈവത്തിൻ്റെ നാമം അറിയുന്നവരെ തകർത്ത് കളയുവാൻ പത്രം വാങ്ങിക്കൊണ്ട് ഒരു ഗുണ്ടയായുസത്തിനെ പോലെ, ഒരു ഗുണ്ട ടീമിനെ പോലെ അത് ദമസ്കോസിൻ്റെ പടിവാതിയിൽ കുതിരപ്പുറത്ത് വന്ന ശൗലിനെ അത് അടിച്ചു താഴെയിട്ടു. ഒരു പ്രകാശമടിച്ച് താഴെ വീണു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നീ ദൈവദാസന്മാർക്കെതിരെ, കർത്താവിൻ്റെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചാൽ നീ മനസ്സിലാക്കണം, അവൻ വാതിലുകളെ അടയ്ക്കുന്ന ദൈവമാണ്. അവൻ വാതിൽ നിൻ്റെ മുന്നിൽ അടയ്ക്കുന്നത്, ഒന്ന്, നിനക്ക് മാനസാന്തരപ്പെടുവാൻ അവസരമുണ്ട്. രണ്ട്, നിനക്ക് നിത്യത നേടുവാൻ അവസരമുണ്ട്. അത് ഏത് വേണമെന്ന് നീ തീരുമാനിക്കുക. അവൻ ഒരു വാതിലടച്ചാൽ അത് ആർക്കും തുറക്കുവാൻ സാധ്യമല്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നിൻ്റെ ജീവിതത്തിലും വാതിലടഞ്ഞ അവസ്ഥയുണ്ടോ? എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ അഭിഷക്തന്മാരെ ഉപദ്രവിച്ച വ്യക്തിയാണോ? നീ മാനസാന്തരപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. അവൻ ഒരു വാതിൽ അടച്ചാൽ അത് ആർക്കും തുറക്കുവാൻ സാധ്യമല്ല. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. അവൻ അൽഷോ റഖനഹസ്തിയ, അവൻ വാതിലടച്ചാൽ ആർക്കും തുടയ്ക്കുവാൻ സാധ്യമല്ല. ഒരുപക്ഷെ ശൗലിൻ്റെ ജീവിതത്തിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ടെടുത്താൽ ശൗലിൻ്റെ നിത്യത നഷ്ടപ്പെടുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ അതേ സൂര്യനിൽ കവിയുന്ന ഒരു പ്രകാശം വന്ന് ശൗലിന്മേൽ അത് ടച്ച് ചെയ്തേയുള്ളൂ. അതേ മിന്നൽ പോലെ പ്രകാശിച്ചപ്പോൾ ശൗൽ കുതിരയുടെ പുറത്തുനിന്ന് തെറിച്ചുപോയി. ഇതാ ശൗല് ഇപ്പോൾ കണ്ണ് കാണാത്തവനെ പോലെ നിലവിളിക്കുന്ന അവസ്ഥ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ദൈവം, അവൻ വാതിലുകളെ തുറക്കുന്ന ദൈവമാണ്. അവൻ സ്നേഹിക്കുന്ന ദൈവമാണ്. അവൻ കരുതുന്ന ദൈവമാണ്. അവൻ പരിപാലിക്കുന്ന ദൈവമാണ്. അവൻ മാറോട് ചേർത്തണയ്ക്കുന്ന ദൈവമാണ്. അവൻ വാതിലുകളെ അടയ്ക്കുന്ന ദൈവമാണ്. അവൻ വാതിലടച്ചാൽ അത് ആർക്കും തുറക്കുവാൻ സാധ്യമല്ല. അവൻ നമ്മുടെ ജീവിതത്തിൽ ഒരു വാതിലടച്ചെങ്കിൽ നീ മനസ്സിലാക്കി ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കും. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നീ അഭിഷക്തനെ നിന്ദിച്ച വ്യക്തിയാണോ? നീ അഭിഷക്തിയെ നിന്ദിച്ച വ്യക്തിയാണോ? ദൈവത്തിൻ്റെ ദാസന്മാരെ, ദൈവത്തിൻ്റെ പൈതലിനെ നീ ഉപദ്രവിച്ച വ്യക്തിയാണോ? നീ മാനസാന്തരപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അവൻ വാതിലുകളെ അടയ്ക്കുന്ന ദൈവമാണ്. അവൻ വാതിലുകളെ തുറക്കുന്ന ദൈവമാണ്. അമോസിൻ്റെ ലേഖനം, അമോസിൻ്റെ പുസ്തകം അതിൻ്റെ 5:14, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പിൻ. അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോടുകൂടെ ഇരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പിൻ. നിങ്ങളുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിലനിൽക്കേണ്ടതിന് നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പിൻ. അതേ കർത്താവിൻ്റെ വാതിലുകളെ അടയ്ക്കുന്ന അനേക അഭിഷിക്തന്മാരെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കടന്നു പോകുമ്പോൾ കാണുവാനിട വന്നിട്ടുണ്ട്. അവർ നിസ്സാരനായി തള്ളുന്ന ദൈവദാസന്മാരെ കാണുവാനിട വന്നു.
എന്നാൽ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പിൻ, അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൂടെയിരിക്കും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ, ആ ദൈവത്തിൻ്റെ മഹത്വം നിന്നോട് കൂടെ ഇരിക്കണമെങ്കിൽ നീ തിന്മയല്ല നന്മ ചെയ്യുന്നവനായി മാറണം. അവിടെ അത്ഭുതം ചെയ്യുന്ന ഒരു കർത്താവിനെ കാണുവാൻ സാധിക്കും. അതെ, നിൻ്റെ വാതിലുകൾ അടച്ച്, അനേകരുടെ വാതിലുകൾ അടഞ്ഞ അവസ്ഥകളുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, നീ കർത്താവിൻ്റെ ദാസന്മാരെ ഉപദ്രവിച്ച വ്യക്തിയാണോ? നീ കർത്താവിൻ്റെ വചനത്തിനെതിരെ, കർത്താവിൻ്റെ സഭയ്ക്കെതിരെ നീ പ്രവർത്തിച്ച വ്യക്തിയാണോ? നീ മാനസാന്തരപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. സത്യത്തിലെ സഭയുടെ ദൂതന് എഴുതുക, ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രമുള്ളവൻ അരുൾ ചെയ്യുന്നു, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. നീ ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവേറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിൻ്റെ പ്രവൃത്തിയെ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തു എങ്ങനെ എന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുക, മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴിക നിൻ്റെ മേൽ വരുമെന്ന് നീ അറിയുന്നില്ല, നീ അറിയുകയുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നീ കർത്താവിൻ്റെ അഭിഷക്തന്മാർ സഭയെ ഉപദ്രവിച്ച വ്യക്തിയാണ്. നീക്ക് മാനസാന്തരപ്പെടുവാൻ ദൈവം ഒരു അവസരം നൽകുകയാണ്. നീ കർത്താവിൻ്റെ ദാസന്മാരെ സഭയെ ഉപദ്രവിച്ച് വാതിലടഞ്ഞ അവസ്ഥയാണോ? നീ ഭയപ്പെടേണ്ട. നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ, നീ യേശുക്രിസ്തുവിൽ ആശ്രയിച്ചാൽ അവൻ പുതുവാതിലുകളെ തുറക്കുന്ന ഒരു യേശുക്രിസ്തുവിനെ നിനക്ക് കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, അതേ, നിന്നെ വാതിലടച്ച് അവൻ തകർത്ത് കളയുവാനല്ല, അവൻ നിന്നെ പണിഞ്ഞ് ഒരു മേന്മയുള്ള വസ്തുവാക്കി മാറ്റുവാനാണ്. നിന്നെ തകർക്കുവാനല്ല, നിന്നെ മുടിക്കുവാനല്ല, അവൻ നിന്നെ പണിഞ്ഞ് ഒരു മേന്മയുള്ള വസ്തുവാക്കി മാറ്റുവാനാണ്. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. കഷ്ടങ്ങളിലും പാതറിടല്ലേ, കണ്ണുനീരിലും നീ തളർന്നിടല്ലേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എൻ്റേതാണേ. നിന്റെ വിശ്വാസമോ ഭംഗം വരുകയില്ല, അതു പ്രാപിച്ചിടും നിശ്ചയം. അതു പ്രാപിക്കുമ്പോൾ നഷ്ടലാഭമാകും, സുഖസന്തോഷമായി മാറും. കഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും നീ തളർന്നിടല്ലേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എൻ്റേതാണേ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, വാതിലുകളെ അടയ്ക്കുന്ന ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. അവൻ